I thank God. Past week, He has been good to me. He has been good to my family. He has been covering us with grace in all of our ways. കഴിഞ്ഞ ആഴ്ച ദൈവം നല്ലവനായിരുന്നു, എനിക്ക് നല്ലവനായിരുന്നു, ഞങ്ങളുടെ കുടുംബത്തിന് നല്ലവനായിരുന്നു. അവൻ കർത്താവിന്റെ പ്രവൃത്തികൾ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുകയും ഞങ്ങളെ നയിക്കുവാനും ഇടയായി തീർന്നു. I just wanted to share something that had struck my mind recently. It's not. It was something that actually came up a while ago. We had a worship night that happened at PFGA with this collegiate ministry that I work with, and someone had spoken from the Word there, and I just wanted to kind of rephrase what he said because I didn't understand it exactly then, but it came to hit me recently. ആമേൻ. പ്രിയമുള്ളവരെ, ഒരു ആമേൻ സ്വന്തം വിഷയം നിങ്ങളുമായി പങ്കുവെക്കുവാൻ മനസ്സിൽ കടന്നു വന്ന ഒരു വിഷയമാണ്. കടന്നു വരാനിടയായത് ഞങ്ങൾ PFGA ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു ഇന്റർ കോളേജിയറ്റ് പ്രയർ മിനിസ്ട്രിയുള്ള ബന്ധത്തിൽ PFGA വെച്ചൊരു വർഷിപ്പ് നൈറ്റ് നടക്കാനിടയായി. അവിടെ വചനം ശുശ്രൂഷ വ്യക്തി പറഞ്ഞ ഒരു ഫ്രേസ് അവൻ കൊണ്ടുവന്നൊരു കാര്യം ആദ്യം എന്റെ മനസ്സിലെ ആഴത്തിൽ അത് മനസ്സിലാക്കാനിടയായില്ല. പിന്നീട് അത് കർത്താവ് വെളിപ്പെടുത്തി തന്നു. അതും അതിനെക്കുറിച്ചൊരു വാക്ക് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. The entire premise of it was that, you will share God if you enjoy Him enough. അത് പ്രധാനപ്പെട്ട കാര്യതേ ഉള്ളൂ. ദൈവത്തെ നീ രസിക്കുകയാണെങ്കിൽ, ദൈവം നിന്റെ ജോയിയും ആനന്ദവും ആണെങ്കിൽ, തീർച്ചയായിട്ടും ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരോട് എന്ത് ചെയ്യും പറയും. If there isn't a necessity to speak about God or a necessity to share or simply just keep going on and on about something you enjoy, it just means that you don't have a connection of joy nor do you have a connection of love with that topic. Look, അവൻ ഒരു കാര്യം ഒരു വ്യക്തിയോട് പറയാനായിട്ട് അത് നിർബന്ധിക്കപ്പെടേണ്ട കാര്യമില്ല. അത് നെസസിറ്റി അല്ല. അത് പറയണം. നീ രസിക്കുകയാണെങ്കിൽ, നീ എൻജോയ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും നിന്റെ നാവിൽ അത് പറയാൻ നിനക്ക് തോന്നും. ഓട്ടോമാറ്റിക് ആയിരിക്കും. അതൊരിക്കലും നിർബന്ധത്താൽ വരുന്നതോ ഫോഴ്സ്ഫുൾ ആയിട്ട് വരുന്നതല്ല. കാരണം ദൈവത്തിൽ രസിക്കുകയും ദൈവം നിന്റെ എക്സൈറ്റ്മെന്റ് ആകുകയും ചെയ്യുമ്പോൾ ഫസ്റ്റ് ആയിട്ട് ആരെ കാണുമ്പോഴും നിനക്ക് പറയാനുള്ള എക്സൈറ്റ്മെന്റിനെ കുറിച്ചാണ്, നിന്റെ ജോയെ കുറിച്ചാണ്. മറ്റൊക്കെ സെക്കൻഡറി ആയിട്ട് മാറ്റപ്പെടും. അപ്പോൾ അവൻ ദൈവത്തിൽ രസിക്കുന്ന ഒരു വ്യക്തിക്ക് ഷെയർ ചെയ്യാൻ ഒരിക്കലും ഒരു പ്രയാസം വരില്ല. And me and Ethan were talking about it because me and my friend Ethan were talking about it because this is not about the gospel, but we have this one food truck we enjoy a lot at Temple. It's called Temple Teppanyaki. It's like this Japanese Korean food truck. പ്രിയമുള്ളവർ, ഞാനും എന്റെ കൂട്ടുകാരൻ ഈത്തനുമായിട്ട് സംസാരിക്കുമായിരുന്നു. പ്രത്യേകിച്ച് സുശേഷമല്ല കേട്ടോ, അവൻ സ്വന്തം ചെയ്യുന്നു. ഞങ്ങൾക്ക് ടെമ്പിളില് അവിടെ പോകുമ്പോൾ ഫുഡ് കിട്ടുന്ന പല ട്രക്കുകളും അതിലൊരു ജാപ്പനീസ് ടെറിയാക്കി ഒരു ഫുഡ് ട്രക്ക് ഉണ്ട്. ആ ഫുഡ് ട്രക്കിൽ ഞങ്ങൾ കഴിക്കുക പതിവാണ്. It's this meal called the number 9. It's like crispy chicken over rice, and it's like Korean fried chicken. It's really good. And me and Ethan, all of last fall and until this semester, we were the only people that eat it. We would tell our friends, "Yo, you should try this," but they wouldn't try it because this fried chicken, you have to hold it with your hands. It has sweet sticky sauce on it, so they don't want to get their hands messy, so they wouldn't eat it. So me and Ethan were the only people eating it until spring semester. സമ്മർ സ്പ്രിംഗ് സെമസ്റ്റർ വരെയും ഇത് ഞങ്ങള് തുടർമാനമായി കഴിക്കും. നല്ല രുചിയാണ്. സ്വന്തം ചെയ്യുന്നു. ഒരു കൊറിയൻ ചിക്കൻ സ്റ്റൈൽ അല്ലേ, അതിനകത്ത് ഒരു സോസ് ഒഴിച്ചാണ്. അത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഞാനും ഇത്തരം കൂട്ടുകാരെല്ലാം പറയും, നിങ്ങൾ തിന്നു നോക്കണം, അത് അടിപൊളിയാണ്. തിന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും കഴിക്കും. പക്ഷേ ഇതിന് ഈ കൊറിയൻ ഫ്രൈഡ് ചിക്കന് ഇത് ചിക്കൻ ഓവർ റൈസ് ആണെങ്കിലും അതിലൊരു സോസ് ഒഴിക്കുന്നുണ്ട്. അതെടുത്ത് കൈയെടുത്തോണ്ട് കഴിക്കുമ്പോൾ കയ്യിൽ ഈ സോസ് ഒക്കെ പറ്റുന്നതുകൊണ്ട് ആൾക്കാർ അത് എടുക്കാൻ മടിയാണ്. അതുകൊണ്ട് അവർ കഴിക്കാറില്ല. പക്ഷെ ഈ കഴിക്കുന്ന ഞങ്ങൾക്ക് ആ രുചി നല്ല ഇതാണ്ട് ഈ കഴിക്കാത്തവരോട് ഇതിനെക്കുറിച്ച് എപ്പോഴും പറയുക ഞങ്ങളുടെ പതിവാണ്. We've been all of this spring semester. We get in this building at Tech. They call the Tech Center. All of our friends are there. We told Shane. We told both Justins. We told Melvin. We told everyone to eat it. Joel still hasn't eaten it yet. But last week, Justin ended up trying, and so did Melvin. Melvin and Justin ended up trying it, and then they were like, "My God, this is good!" And then Justin got it 3 times last week, and I was like, "This is what we told you." അങ്ങനെ ഞാൻ ഞങ്ങളുടെ കൂട്ടുകാരോടും പറഞ്ഞു, അവൻ മെൽവിനോട് പറഞ്ഞു, അവൻ സ്വന്തം 2 ജസ്റ്റിന്മാരോട് പറഞ്ഞു, അവൻ ജോലിനോടൊക്കെ പറഞ്ഞു. അവസാനം ആരാ കഴിക്കാൻ? മെൽവിനും ജസ്റ്റിനും അവസാനം അവൻ കഴിക്കാൻ തീരുമാനിച്ചു. പോയി കഴിച്ചു.
കഴിച്ചു കഴിഞ്ഞിട്ട് അവൻ സ്വന്തം ചെയ്യുന്നവർ വന്നു, ഓ എന്റെ ദൈവം എത്ര രുചിയോ, അവർ 2-3 പ്രാവശ്യം കഴിഞ്ഞ ആഴ്ച ഒറ്റ ആഴ്ച കൊണ്ട് കഴിച്ചു. അപ്പൊ ഞാൻ ഇതാ എത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ജോലി ഇതുവരെയും കഴിച്ചിട്ടില്ല, പക്ഷെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ആ റിയാക്ഷന്, ആ രുചിയുടെ റിയാക്ഷൻ ഭയങ്കരമായിരുന്നു. But the entire premise is that the fact that we kept telling them to try it, we said it, it's not just for a small time, we said it since January. Since January we've been telling them to try it, and finally in April they ended up trying it. So the thing is that, why did we share it so much? Why did we feel the need to share it? It was not like a prolonged urge, it's not like a deep, heavy urge, but it's just natural. It comes out. It's not something that's put upon you. It's not something that's constantly you're thinking about it like a necessity. Oh my gosh, I have to. This is heavy. It's not like a burden. Hallelujah! It simply comes out naturally. You just can't control it. You end up telling them, oh my God, I ate this food. You have to try it. You keep on saying it naturally. പ്രിയമുള്ളവരെ, കഴിഞ്ഞ അമൻ സ്വന്തം ചെയ്യുന്നു സെപ്റ്റംബർ മുതൽ അമൻ സ്വന്തം പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിനെ കുറിച്ച്. പക്ഷെ അവർ കഴിക്കാൻ ഏപ്രിൽ വരെ എടുത്തു. പക്ഷെ രുചി ഞങ്ങൾക്ക് ഭയങ്കര രുചി ആയതുകൊണ്ട് നിർബന്ധം ആരും ഞങ്ങൾക്ക് ബോണസ് തന്നുകൊണ്ടല്ല, അവൻ കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അടുത്ത തിരിയാക്കി ചിക്കൻ തരാന്ന് പറഞ്ഞുകൊണ്ടല്ല, കഴിച്ച രുചി കൊണ്ട്. അതായത് there was no പ്രഷർ ഒന്നും ഉണ്ടായിട്ടല്ല. അവൻ ഈ ഫുഡിനെ കുറിച്ച് ഞങ്ങളുടെ ഫ്രണ്ട്സിനോട് പങ്കുവെച്ചു. കാരണം കഴിച്ച രുചി, അതിന്റെ രസം ഓർക്കുമ്പോൾ മറ്റുള്ളവരും ഈ രസം അനുഭവിക്കുന്ന കൊതി കൊണ്ടായി പറഞ്ഞ, ആ ഇഷ്ടം കൊണ്ട്, ആ സ്നേഹം കൊണ്ടാ പറഞ്ഞത്. അത് നിർബന്ധത്താലല്ല, അത് പ്രഷർ ഇല്ല, സ്ട്രെസ് ഇല്ല, അവിശ്വാസം ദൈവം അടിക്കുമോ എന്നുള്ള പേടിയൊന്നുമില്ല. ആ രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇതുപോലെ ആകണം നിങ്ങളുടെ ജീവിതത്തിലും. അവൻ ഓരോ കാര്യങ്ങൾ ഓർക്കണം. അത്രയും പറഞ്ഞിട്ട് നാളുകൾ എടുത്തു അവർ കഴിക്കാൻ എന്ന് വെച്ചോണ്ട് ഞങ്ങൾ പറയുന്നത് നിർത്തിയിട്ടുമില്ല, പറഞ്ഞതിൽ പ്രയാസം തോന്നിയിട്ടുമില്ല. കാരണം എന്താ, രുചി അറിയുന്നവന് ആ ഫുഡിന്റെ രുചിയെ കുറിച്ച് പറയാതിരിക്കാനായിട്ട് കഴിയുകയില്ല അവൻ എന്നൊരു കാര്യം മനസ്സിലാക്കും. So in the same way, we were thinking about it yesterday because we had this Bible study, just me, Ethan, this Achasha named Shervin, and Ethan's brother also joined in yesterday. We were just at his house talking, and then we ended up talking about 1 Peter chapter 2, and we were talking about, how we've all been called to priesthood, and what does that mean for us? Because, okay, if we're all priests, what's the point of certain people being pastors and certain people being not? So we identified that there's a difference between ministerial priesthood and there's a common priesthood that's for all of us. The thing is that the priests back in the Old Testament, it gave them way from God to the people. It gave them away. And in the same way, we have now been made a common priesthood. So in the next verse, it says that it's in order that you may proclaim the excellence of him who called you out of darkness. And what is this excellence that we're proclaiming? It's in verse 10. It's the fact that once we weren't a people, but now we are God's people. And since once you had not received mercy, but now you have received mercy. So in the same way, we need to have this urge to share the fact that we have received mercy. And there is mercy that is still out there for you. Because, and we keep sharing it not because yes, it is for a fact that these people need mercy, but that's not the only reason we share it, but it's the fact that we have received mercy. We are so eternally grateful to God that we have received mercy. It's because we know the taste of that mercy that we share it. പ്രിയമുള്ളവരെ, ഇതേപോലെയാണ് അവൻ ഈ ലോകത്തിൽ ഒരു ക്രിസ്തു വിശ്വാസിയായി ഞാൻ നിങ്ങൾ മാറുമ്പോൾ അവൻ ക്രിസ്തുവിൽ കൂടി ദൈവത്തിന്റെ കരുണ നമുക്ക് ലഭിക്കുന്നു. അതിനെക്കുറിച്ച് ഞങ്ങള് അവൻ പത്രോസ് ലേഖനത്തിൽ വായിക്കുമ്പോൾ അവൻ പത്രോസ് ലീഹ പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും അവൻ വിശുദ്ധ വംശവും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും. അതപ്പോ ഞങ്ങൾ പറഞ്ഞു റോയൽ പ്രീസ്റ്റ്ഹുഡിനെ കുറിച്ച് പറഞ്ഞു. നമ്മളെല്ലാം പുരോഹിതന്മാരാണ്. എന്നാൽ ഒരുപക്ഷെ പാസ്റ്ററായിട്ടൊരു പുരോഹിതനായിരിക്കത്തില്ല, പക്ഷെ യു ആർ പ്രീസ്റ്റ്. അപ്പൊ ഞങ്ങൾ അതിനെ കുറിച്ച് ചിന്തിച്ചു പറഞ്ഞു, ഓക്കെ, പഴയ നിയമകാലത്ത് മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു, മറ്റ് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരുണ്ടായിരുന്നു. പക്ഷേ ഇതർ വേ എങ്ങനെയാണ് നീ ഒരു പുരോഹിതനായി കഴിയുമ്പോൾ അവൻ സ്വന്തം നിന്റെ ഒരു ഉത്തരവാദിത്വമാണ്. അവൻ സ്വന്തം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ ആ ബ്യൂട്ടിയെ കുറിച്ച് പറയുന്നത്. അതാ നമ്മളെ കർത്താവിനെ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ ടേസ്റ്റ് ആൻഡ് സീ, അവനെ നീ രുചിച്ചറിയ, എന്റെ ഓർമ്മ, നീ എന്നെ കഴിച്ച, നീ എന്നെ തിന്ന, നീ എന്നെ പാനം ചെയ്ത ഓർമ്മ, അതെന്ന് പറയുന്നത് എന്തുവാ? നിനക്കത് രക്ഷയാ. സ്വന്തം ചെയ്യുന്നു. മറ്റുള്ള മനുഷ്യരെക്കാൾ നീ നീതി ചെയ്തതുകൊണ്ടല്ല, നീ നന്മ ചെയ്തതുകൊണ്ടല്ല, ക്രിസ്തു
ക്രിസ്തു നിന്നെ വിശുദ്ധീകരിച്ചത് കൊണ്ടുള്ള ആ ഫ്രീഡം, ആ ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം എന്ന ആഴമേറിയ വിഷയമാണ്. അവൻ ഇവിടെ ആരാധിക്കാൻ വരുന്നവര് അവൻ തികഞ്ഞ വിശുദ്ധരും എല്ലാം പെർഫെക്റ്റ് ആയി ജീവിക്കുന്നവരും ആയിട്ടല്ല. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി, സകല പാപവും പോക്കി. ക്രിസ്തുവിന്റെ മരണം എന്ന് പറയുന്നത് ഇപ്പം ഞാനും ദൈവം വെച്ചിരിക്കുന്ന സ്റ്റാൻഡേർഡും തമ്മിൽ സ്വന്തം ചെയ്യുന്നു. ഒരു വിശുദ്ധ, ഏറ്റവും നല്ല വിശുദ്ധനായ മനുഷ്യൻ ഒരു 2 നില ദൂരമാണ്, ഗ്യാപ്പാ ഉള്ളത് പുള്ളിക്ക് ദൈവത്തിന്റെ സ്റ്റാൻഡേർഡുമായി ഫില്ല് ചെയ്യാൻ. എന്നാൽ ഏറ്റവും ഉഴപ്പനായിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെന്നിരിക്കട്ടെ, അവന് ഒരു 10-20 നിലയുടെ ഗ്യാപ്പ് ഉണ്ടെന്നിരിക്കട്ടെ. ഈ ബ്ലഡ് ഓഫ് ക്രൈസ്റ്റിന്റെ പ്രത്യേകത ഈ 2 നില ഗ്യാപ്പും ഈ 20 നില ഗ്യാപ്പും അതെന്ത് ചെയ്യും? ഫില്ല് ചെയ്യും. അതാ അത്ഭുതം. അപ്പോൾ ആ രക്ഷ അനുഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ വന്ന ആ ഫ്രീഡം അനുഭവിച്ചു കഴിയുമ്പോൾ ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ക്ഷമ എന്ന് പറയാൻ, ഒരാൾ നമ്മൾ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ഒരു വലിയ ഭാരം ഒഴിഞ്ഞു മാറിപ്പോയതുപോലെ അനേക മനുഷ്യർ ഇന്ന് ഗിൽറ്റി കോൺഷ്യൻസിൽ ജീവിക്കുമ്പോൾ, പഴയ സ്കാർസിന്റെ ലൈഫിലെ സ്കാർസിൽ, പാപത്തില് വളരെ വിഷമത്തിൽ ജീവിക്കുമ്പോൾ യേശുവിനെ കുറിച്ചുള്ള സത്യം സുവിശേഷം മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ഫ്രീ ആയിട്ട് മാറും. അപ്പോൾ ആ ഫ്രീഡം, ക്രിസ്തുവിലെ സ്വാതന്ത്ര്യം അനുഭവിച്ചു കഴിയുമ്പോൾ ഇത് മറ്റൊരാളോട് പങ്കുവെക്കാതിരിക്കാൻ ഒരിക്കലും കഴിയില്ല. അത് അനുഭവിക്കണം. അനുഭവിച്ചറിയുന്നവന് നിർബന്ധമൊന്നുമില്ല, പ്രഷറില്ല. ചില പറയോ ഐ എം പ്രഷറൈസ്ഡ്. നോ, യു ഡോണ്ട് ഹാവ് ടു ബി പ്രഷറൈസ്ഡ്. കാരണം നീ യേശുവിലെ രക്ഷ രുചിച്ചറിഞ്ഞ വ്യക്തിയാണ്. അവിടെ പ്രഷറില്ല. നിനക്ക് പറയാതിരിക്കാൻ പറ്റില്ല, നിനക്ക് ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല, നിന്റെ ജീവിതത്തെ നിനക്ക് അളൈനാകാതിരിക്കാൻ പറ്റില്ല. കാരണം നിർബന്ധം നിന്റെ മേലെ, അത് ആരും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ആ ടേസ്റ്റ് അതറിഞ്ഞു കഴിയുമ്പോൾ എപ്പോഴാണ് ഈ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് നാം പങ്കുവെക്കും. എന്തുകൊണ്ട് അവരോട് പറയുന്നത്? കാരണം നമുക്ക് കിട്ടിയ ഫ്രീഡം കുറവില്ലാഞ്ഞിട്ടില്ല. എപ്പോഴും ഞാൻ നോക്കുമ്പോൾ കംപ്ലീറ്റ് കുറവുകൾ മാത്രമേ കാണുള്ളൂ. ഓരോ മൊമെന്റും വചനം വെച്ച് നോക്കുമ്പോൾ സ്വന്തം മരണത്തിലുള്ള പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്. എങ്ങനെ നോക്കുമ്പോഴും സ്വന്തം എല്ലാം കുറവുള്ള പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചാൽ മരണകരമായ പാപമല്ലേ? അനന്യാസും സഫീറയും വീണ് മരിച്ചു. എത്രയോ വട്ടം നമ്മൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നു. ഓപ്പണായിട്ട് വന്ന ദിവസങ്ങളിൽ ആരാധിക്കുകയോ തുറന്നു പറയുകയോ ഹൈഡ് ചെയ്യുന്നു. അതൊക്കെ നോക്കേ പരിശുദ്ധാത്മാവിന് ഇതന്നെ അനന്യാസും സഫീറയും ചെയ്തോളൂ. അവര് വീണ് മരിച്ചു. കൃപായുഗം നോത്തോണ്ടും ഇറ്റ് വാസ് എ ടൈം ഓഫ് ഗ്രേസ് പീരീഡ്. അപ്പം കർത്താവേ, ഞങ്ങളുടെ വിശുദ്ധി കൂടിയിട്ടല്ല, പക്ഷേ യേശു ക്രിസ്തുവിൽ കൂടിയുള്ള രക്ഷ, ഞങ്ങൾക്കൊന്ന് സ്വാതന്ത്ര്യം. ഇത് പറയാതിരിക്കാൻ ബർഡൻ മാറ്റുന്ന, ഭാരം മാറ്റുന്ന, ഇത് മറ്റുള്ള പറയാൻ നമ്മുടെ ഉള്ളിൽ കൊതി ഉണ്ടാകും. അത് ഓട്ടോമാറ്റിക്കായിട്ട് പറയും. ഇതിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുവാനിടയായി തീർന്നു. So, if we want to fulfill the duty which we have been given by the Great Commission, just pray unto God. Don't pray unto Him, oh, give me the need to talk, but rather give me the means to enjoy you. That's what we need to pray for. Give me the means to enjoy Christ and to enjoy everything that He's put before us, these sacraments of grace like the Holy Communion. How can we enjoy this? Can we enjoy God in our presence right now? So let's pray for that. And let's continue to keep all of our lives in mind for God to continue to grow spiritually and in faith and in heart. പ്രിയമുള്ളവരോട് നമുക്ക് തുറന്നും പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളില് നിർബന്ധത്താൽ യേശുവിനെ നിർബന്ധം കിടക്കുന്നു, അങ്ങനെ പാസ്റ്റർ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യത്താല് അല്ല, പോയി പറയാനായിട്ടല്ല. അവനെ രുചിച്ചറിയാൻ, അവനെ ടേസ്റ്റ് ചെയ്യാൻ, അവന്റെ രുചി മനസ്സിലാക്കിയാൽ പറയാതിരിക്കാൻ പറ്റാത്തതുപോലെ അത് ഓട്ടോമാറ്റിക് ആകാൻ, അത് റിച്വലിസ്റ്റിക് ആകാതിരിക്കാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തോട് കൃപ ചോദിക്കുക. കർത്താവേ, നിന്നെ ആഴത്തിൽ ടേസ്റ്റ് ചെയ്യാൻ. അപ്പനും അമ്മയും തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത സ്നേഹത്തെ, ഭർത്താവ് ഭാര്യ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത സ്നേഹത്തെ, സ്വന്തം എല്ലാം തകരുമ്പോഴും തള്ളിക്കളയാതെ കയ്യിലേറ്റി നടത്തുന്ന സ്നേഹത്തെ ഒന്നാഴത്തിൽ അറിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പോരാതെ ഞങ്ങളോട് പറയാം. ഒരു ഗ്രേസ് ഞങ്ങൾക്ക് തരണമേ, എന്റെ കാലത്ത് ഞങ്ങൾ ഉപയോഗിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. Also pray that Shane and Joel can try out Temple Teppanyaki. അതുപോലെ ഷെയ്നും ജോയലും ടെമ്പിൾ തെറിയാക്കി ചിക്കൻ എൻജോയ് ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ആ ദൈവമേ അനുഗ്രഹിക്കുവാനായിട്ട്. കരമടിച്ചിട്ട് സ്വാഗതം ചെയ്താൽ. ഹല്ലേലൂയ.